ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഉള്ളിയും തക്കാളിയൊന്നും വഴറ്റിക്കളഞ്ഞ് സമയം കളയാതെ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് കടി റെഡിയാക്കുമ്പോൾ തന്നെ കറിയും കൂടെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത്രയും സിമ്പിളായിട്ടാണ് ഈ മുട്ടക്കറി എന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു തക്കാളി, 4-5 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. 1 സ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്ര ചേരുവ മതി കേട്ടോ. അതും കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. തക്കാളി വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാഫ് എടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കുക. അതൊന്ന് വെന്ത് കിട്ടുമ്പോഴത്തേന് തേങ്ങ അരച്ചിട്ട് വെക്കുക. തേങ്ങ അരക്കുമ്പം 2 ചെറുള്ളിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അരച്ചിട്ടെടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട ഒഴിച്ച് കൊടുക്കുക. മുട്ട ഓരോന്നായിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഓരോന്നായിട്ട് ഒരു 4 മുട്ടയാണ് ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് മുട്ട ഒഴിച്ച് കൊടുക്കാതിരിക്കുക കേട്ടോ. അതായത് മുട്ട കേടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിയൊക്കെ ചീത്തയായി പോയില്ലേ. അപ്പോൾ ഒരു ബൗളിലേക്ക് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതിയേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇപ്പോൾ മുട്ടയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഒന്ന് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ മുട്ടയൊക്കെ ഒന്ന് അത്യാവശ്യം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാതിരിക്കുക. അപ്പോൾ ഈ മുട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ തേങ്ങയുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മെല്ലെ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. മിക്സ് ആക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മിക്സ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുട്ട നന്നായിട്ട് ഉടഞ്ഞിട്ട് പോകും. അപ്പോൾ നമുക്ക് ഓരോ എഗ്ഗായിട്ട് കിട്ടില്ല എന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ മതി എന്നുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. ഈ തേങ്ങയുടെ മിക്സ് അതിലൊന്ന് ആയിട്ട് വരാനാണ്. ഈ വെളിച്ചെണ്ണയിൽ ചെറുള്ളി മൂപ്പിച്ചിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് താളിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ലേ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഉണ്ടാക്കാൻ തന്നെ നല്ല എളുപ്പമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അവസാനമായിട്ട് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.